ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കണക്ക് നേരെ പോകുന്നത്. ആക്ച്വലി വീഡിയോ കണക്റ്റ് ആവുന്നില്ല, സോ ഓഡിയോ മാത്രമായിട്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ഡേറ്റാസിലേക്ക് കയറുന്നില്ല. നമ്മുടെ US-ൻ്റെ GDP നല്ലതായതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടുത്തെ ട്രംപ് ചെയ്യുന്നതെല്ലാം US മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനും ബാക്കി രാജ്യങ്ങൾക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. സോ നാസ്ഡാക്ക് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്കാണ് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ എനർജി സ്റ്റോക്സിൽ അത്യാവശ്യം എനർജി സെക്ടർ അത്യാവശ്യം കയറി വരുന്നുണ്ട്. അപ്പോൾ ബാക്കി സെക്ടറിൽ അത്ര കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം കാണിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഒരു സ്വിങ്ങിൻ്റെ ഹൈയും ലോയും ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം. മാർക്കറ്റ് ഇതൊരു സ്വിങ് ഏരിയയാണ്. ഇങ്ങനെ പോയി ഹിറ്റ് ചെയ്തു, തിരിച്ച് വന്ന് താഴെ ഹിറ്റ് ചെയ്തു, തിരിച്ച് മേളിൽ കയറിപ്പോയി, തിരിച്ച് താഴെ വന്ന് ഹിറ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും വന്നു. ഈ സ്വിങ്ങിൻ്റെ ഓൾമോസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും വന്നു, ഇങ്ങനെ താഴെ ഹിറ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും വന്നു, ഇത് ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടെ മേളിലേക്ക് കയറിപ്പോയി ഇത് വീണ്ടും വന്ന് സപ്പോർട്ട് ഹിറ്റ് ചെയ്തു. സോ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഏരിയയിലാണ്, അല്ലെങ്കിൽ സൈഡ് വേസ് ഏരിയയിലാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ്. മാർക്കറ്റിനുള്ളിൽ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ ഒരുപാട് ലൈൻസ് കാണാം, പക്ഷെ ഇത് റിയൽ മാർക്കറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് ലൈൻസ് കംപ്ലീറ്റ് എടുത്ത് കളയാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഇത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാനത് വരച്ചിട്ടിരിക്കുന്നതെന്ന് ആദ്യമേ പറയട്ടെ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കോൺട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇതിപ്പോൾ ചുരുങ്ങുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേറെ എല്ലാ പാറ്റേൺസിനെ നിങ്ങളെടുത്ത് മാറ്റിയിട്ട് ഒരു സെക്കൻഡ്, ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ, ഓക്കെ, ഇത് തിരിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ വരും. ഇത് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ 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 സോറി, ഓക്കെ, ഇത് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു. ഇതൊരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് കടക്കുകയാണ്. സോ മാർക്കറ്റ് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തരാൻ പറ്റാണ്ട് മാർക്കറ്റ് സൈഡ് വേസ് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ കുറച്ച് വൈഡർ ആയതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ മൂവ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നെഗറ്റീവ് സിറ്റുവേഷനിൽ മാർക്കറ്റിൽ ഈ ഒരു നെഗറ്റീവ് ട്രെൻഡ് ലൈന്, ഈ ബോട്ടം ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൺട്രോളേഴ്സ് ഒക്കെ ഇത് കർവ് ചെയ്ത് താഴേക്ക് തന്നെയാണ് നിൽക്കുന്നത്. സോ അതിന് ഒരു താഴേക്കുള്ള ഒരു പാറ്റേൺ, ഇതൊരു എന്താ പറയുക, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്, ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ആണ്. അപ്പോൾ മാർക്കറ്റിന് ഒരു നെഗറ്റീവ് പാറ്റേൺ ഇത് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ഇന്ന് സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിലായിരിക്കും നിൽക്കുക. അതായത് ഏതാണ്ട് ഇപ്പോൾ 700 റേഞ്ചിലായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുക. അതായത് തൊട്ട് മുന്നേ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ടോപ്പിൽ വന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബയ്യറും സെല്ലറും തീരുമാനിക്കട്ടെ മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ളത് എന്നാണ് ഇന്നത്തെ പേഴ്സണൽ അനാലിസിസ്. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൽ പുതിയൊരു സ്വിംഗ് ട്രേഡിങ് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ലെവലിലേക്ക് നമ്മൾ താഴേക്ക് പോകും. അടുത്ത 24,200 24,100 ഒക്കെ ഉള്ളൂ. 24,000 യഥാർത്ഥ സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ വിഴുന്ന് ഏറ്റവും അടുത്തുള്ള സപ്പോർട്ട് 25,000 നിന്ന് 24,500 റേഞ്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 24,600 റേഞ്ചിൽ യഥാർത്ഥ സപ്പോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 24,000 ഉള്ളൂ എന്നുള്ളത് കൊണ്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ബെറ്റർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇനിയൊന്നും ചെയ്യാനില്ല. 24,000 to 24,500 ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്.
ട്രേഡേഴ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ 15 മിനിറ്റിനകത്ത് നമുക്ക് ആ ഒരു മൊമെൻറ്റം അറിയാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ മാർക്കറ്റിനെ എയിം ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, ബിക്കോസ് അനാലിസിസ് വളരെ ഷാർപ്പാണ്. കൃത്യമായിട്ട് ആ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ മാത്രം ട്രേഡ് ചെയ്യുക. ബാക്കി ലെവൽസ് ഞാൻ കൃത്യമായിട്ട് ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ 24,960 പോകാനുള്ളൊരു സാധ്യതയും ഇല്ല. 800 സാധ്യതയുണ്ട്. 720, 800, സോറി 720, 680 to 720, 800, 880 എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈന്. താഴേക്കാണെങ്കിൽ ഈ 720, അടുത്ത് 660 ചെറിയൊരു ഏരിയ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. 600 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം 500ൻ്റെ തൊട്ടടുത്ത് 520 റേഞ്ചിൽ 500, 440 എന്നിങ്ങനെ ലെവൽസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ലെവൽസും അറിഞ്ഞു വച്ചിരിക്കുക. നല്ല ട്രേഡ്സ് നിങ്ങൾക്ക് കിട്ടട്ടെ. സ്വിംഗ് ട്രേഡ്സ് ഇപ്പോൾ തൽക്കാലം ഇല്ല. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.